വെൽക്കം ടു അനീസ് കിച്ചൺ. ഇന്നേ ഒരു സർപ്രൈസ് ആട്ടോ നമ്മുടെ റെസിപ്പി ഇത് ഇച്ചിരി ഇന്നുണ്ടാക്കുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എന്നാ പറയുക കോണ്ടിനെൻ്റൽ ഫുഡാണ് കേട്ടോ. ഈ റെസിപ്പി ഞാൻ ശരിക്കും ഉണ്ടല്ലോ നമ്മുടെ ഒരു ഹോട്ടലിൽ പോയപ്പോഴത്തേക്ക് ഞാൻ കഴിച്ചതാണ്. കാര്യം വെച്ചാൽ എപ്പോൾ ആ മെനു നോക്കുമ്പോഴത്തേനുണ്ടല്ലോ നമ്മളെപ്പോഴും കഴിക്കുന്ന കുറേ സാധനങ്ങളാണ്. എന്നാൽ പിന്നെ ഇച്ചിരി വ്യത്യാസമായിട്ട് എന്നേലും ഒന്ന് കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് ആ മെനു കാർഡ് എടുത്ത് വെച്ച് ഒന്ന് പഠിച്ചേച്ച് ഒന്ന് കഴിച്ചു നോക്കിയ ഫുഡാണ് ഇത്. അപ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഒത്തിരി ഇഷ്ടമായി. അങ്ങനെ ഞാൻ ഇതെങ്ങനെയാണ് പഠിക്കണ്ടേ, അതെന്താ ചെയ്യണ്ടേ എന്നൊക്കെ നോക്കി പഠിച്ച് കണ്ടുപിടിച്ച റെസിപ്പിയാണ്. ഒത്തിരി പ്രയാസപ്പെട്ടു ഈ സാധനം ഒന്ന് കണ്ടുപിടിക്കാനായിട്ട്. ഇതിനകത്ത് പിന്നെ ഈ പറഞ്ഞ തൊട്ട് കംപ്ലീറ്റ്ലി നമുക്ക് ആ എബ്രോഡ് ടേസ്റ്റ് ഒന്നും വരുത്താൻ നോക്കിയല്ല. കുറച്ചൊക്കെ നമ്മുടെ ആ ആനീസ് ടച്ചിനകത്ത് വേണ്ടേ, അല്ലെങ്കിൽ പിന്നെ എന്നല്ലേ ആനി പറഞ്ഞു തന്നിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ, ഇച്ചിരി ടച്ചൊക്കെ ഉണ്ട് കേട്ടോ. സംഭവം ഇത്രയും ഞാനിങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇന്ന് റെസിപ്പി ചെയ്യാൻ പോകുന്നത് സ്പെഗറ്റി വെച്ചിട്ടാണ് ഞാൻ റെസിപ്പി ചെയ്യാൻ പോകുന്നത്. സ്പെഗറ്റിക്കകത്ത് ചിക്കൻ മീറ്റ് ബോൾസ് ഇടും. അത് ശരിക്കും അതിൻ്റെ ആ ഒരു ഫ്ലേവർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഫ്ലേവറേ അല്ല, ഒട്ടും റിസംബ്ലൻസ് ഇല്ല നാടുമായിട്ട്. അതോ എബ്രോഡായിട്ട് വൺസ് ഇൻ എ വൈലൊക്കെ നമുക്കിത് കഴിക്കാമല്ലോ അല്ലേ. ഇന്നുണ്ടാക്കാൻ പോകുന്ന റെസിപ്പിയുടെ പേര് എന്നാന്ന് വെച്ചാൽ ചിക്കൻ മീറ്റ് ബോൾസ് ഇൻ സ്പെഗറ്റി. നമ്മുടെ ഈ റെസിപ്പി ഒരു ഇച്ചിരി നീളം കൂടിയ റെസിപ്പിയാണ്. അതിനൊരു ഇച്ചിരി എന്നാ പറയുന്നത് സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞിട്ടേ നമുക്കത് ചെയ്യാനൊക്കത്തുള്ളൂ. നമ്മുടെ ഈ നാട്ടിൽ ചെയ്യുന്ന കൂടെ എല്ലാം കൂടെ വയറ്റി പിടിച്ച് ലാസ്റ്റ് എല്ലാം കൂടി ഇടാൻ ഒക്കുകയില്ല. പക്ഷേ ലാസ്റ്റ് എല്ലാം കൂടി ഇട്ടാലേ ടേസ്റ്റ് ആവത്തുള്ളൂ, അത് വേറെ കാര്യം. പക്ഷേ അതിന് മുന്നേ എന്നാണെന്നറിയോ, അതിനൊരു സോസ് ഉണ്ടാക്കണം. അത് കഴിഞ്ഞേച്ച് നമുക്ക് എന്നാ പറയുന്നത് മീറ്റ് ബോൾസ് ഉണ്ടാക്കണം. അതുകൊണ്ട് പിന്നെ സ്പെഗറ്റി ഒന്ന് വേവിക്കണം. അതെല്ലാം കൂടി ആകുമ്പോൾ ഒരു 3 സ്റ്റെപ്പായില്ലേ. അന്നേരം ആദ്യം എന്നാണെന്നറിയോ, ഇത് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ട ഒരു സോസ് ഉണ്ട്. ആ സോസ് ആദ്യം ഒന്ന് ഉണ്ടാക്കാം. അതിന് എന്നാക്കിയാണ് വേണ്ടിയെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇതിപ്പോൾ ഒരു വലിയ സവാള കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക. പിന്നെ ഒരു വലിയ സവാളയാണെങ്കിൽ ഒരു 3 വെളുത്തുള്ളി, അതായത് ഒരു മീഡിയം സൈസ്, തീരെ കുഞ്ഞാണെങ്കിൽ ഒരു 6 എണ്ണം എടുത്തു, അല്ല ഒരു മീഡിയം സൈസ് ആണെങ്കിൽ ഒരു 3 എണ്ണം, വലുതാണെങ്കിൽ ഒരു 2 എണ്ണം. പിന്നെ ആണെങ്കിൽ കുറച്ച് ഒറിഗാനോ, പിന്നെ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ്. അത് പിന്നെ ഈ റെഡ് ചില്ലി ഫ്ലേക്സ് ഒക്കെ ആണെങ്കിലും ഈ പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമ്മുടെ കയ്യിലൊക്കെ വറ്റൽമുളക് ഒത്തിരി ഉണ്ടാവുകയല്ലേ, അതൊന്ന് അടിച്ചെടുത്ത് വെച്ചാലും മതി. ഇത് ശരിക്കും ടൊമാറ്റോ പ്യൂറിയ. ഇത് വാങ്ങിക്കാൻ കിട്ടും. അതല്ല വാങ്ങിക്കാൻ ഒത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്നാ പറയുന്നത് നമ്മുടെ തക്കാളി അരച്ചെടുത്താൽ മതി. പിന്നെ ആണെങ്കിൽ കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളക്. അത് പൊടിയായാലും അല്ലെങ്കിൽ പൊടിച്ചതായാലും ഏതായാലും കുഴപ്പമില്ല. പിന്നെ ഈ ഒരു നമ്മൾ സ്പെഗറ്റി ഉണ്ടാക്കുമ്പോൾ ഒലീവ് ഓയിൽ മസ്റ്റാണ്. മസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോർ ദ ഫസ്റ്റ് ടൈം. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ കഴിച്ചേച്ചുണ്ടല്ലോ ആ ഫ്ലേവർ നമുക്ക് മനസ്സിലാവുമല്ലോ. പിന്നെ നമ്മൾ വെജിറ്റബിൾ ഓയിൽ ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. ഇനി എന്നാന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് ആ സോസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനി ഇത് ഇച്ചിരി ഒന്ന് ചൂടാവട്ടെ. വലിയ തീയാന്നല്ലേ, ചെറിയ തീ ഇച്ചിരി മെനക്കേട്, എത്ര നേരം അല്ലേ. ഇതിനകത്തോട്ട് നമുക്ക് ആ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി ഇടണം. പിന്നെ നമ്മുടെ ആ എന്നാ പറയുന്നത് ഒരു 3 വെളുത്തുള്ളി ഇല്ലേ, അതിന് കണക്കാക്കി വെച്ച് അരിഞ്ഞു വെച്ചേക്കുന്ന ഇടുക. അതല്ല ചതച്ചിടാം, എന്നാണേലും. ഇതിപ്പോൾ ഒരു എന്നാ മീഡിയം സൈസ് വെളുത്തുള്ളിയാണേ. അന്നേരം പിന്നെ ഒരു 4-5 വെളുത്തുള്ളിയുടെ കണക്കാണ് ഞാൻ ഇട്ടേക്കുന്നത്. പിന്നെ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഒറിഗാനോ, ഇപ്പോൾ ഒരു 1/4 സ്പൂൺ ഇടാം. എന്നുവെച്ചാൽ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടി ഇടാം കേട്ടോ. പിന്നെ ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ റെഡ് ചില്ലി ഫ്ലേക്സ്. ഇനി ഒത്തിരി ഇച്ചിരി ഒന്ന് വഴറ്റണം.
ഒത്തിരി ബ്രൗൺ ആവണ്ട, എന്നാൽ എന്നാ പറയുന്ന ഉള്ളിയുടെ ആക്കിയ ആ നീറ്റലുണ്ടല്ലോ അതൊന്ന് പോണം. പിന്നെ ഉള്ളി ആന്നേൽ ഒരു ഇച്ചിരി വയന്ന് കിട്ടാനാന്നേൽ ഞാനൊരു ഇച്ചിരി ഉപ്പിടുവാന്നേ. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ടൊമാറ്റോ പ്യൂറി അതൊരു 2 കപ്പോളം ഒഴിക്കണം. ഇതിപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ 1 കപ്പിൻ്റെ അളവാണ് ഞാൻ ഇതിനകത്ത് ഒഴിച്ചേക്കുന്നത്. കാര്യം എന്നാന്ന് വെച്ചാൽ ഞാനൊരു ഇച്ചിരി സ്പെഗറ്റിയല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഒരു സ്പെഗറ്റിയുടെ അളവനുസരിച്ച് നമുക്ക് ചേർത്ത് വെച്ചാൽ മതി. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി കുരുമുളക് പൊടി, ഇതിനകത്തോട്ട് എന്നാന്ന് വെച്ചാൽ 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് വെച്ച് ഇനി ഇതിവിടെ കിടന്ന് ഒന്ന് വെന്ത് അതൊരു തിക്ക് ആവുന്നിടം വരെ നമുക്ക് ഈ സോസ് ചെറിയ തീയിൽ വിട്ടു കൊടുക്കാം. ഇനി സോസ് ആയില്ലേ, ഇതേ ഉള്ളൂ ഈ സ്പെഗറ്റിക്കകത്ത് ചേർക്കാനുള്ള സോസ്. എരിവ് അനുസരിച്ച് കുരുമുളക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കോണം. ഇനി സോസ് ഇവിടെ ആവട്ടെ. ഈ സമയത്ത് നമുക്ക് ഒരു സെക്കൻഡ് സ്റ്റെപ്പ് എന്നാന്ന് വെച്ചാൽ നമുക്കൊരു എന്നാ പറയുന്നത് മീറ്റ് ബോൾസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ സാധാരണ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന കൂട്ടല്ല, ഒരു ഇച്ചിരി വ്യത്യാസമുണ്ട്. അതിനകത്ത് ഫസ്റ്റ് നമുക്ക് എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ ഒരു എന്നാ പറയുന്നത് നമ്മൾ ഉള്ളിയൊക്കെ കട്ട്ലേറ്റിന് വഴറ്റുവല്ലേ എന്ന് പറഞ്ഞ കൂട്ട് ഇപ്രാവശ്യം നമുക്ക് ആ ഉള്ളി വഴറ്റുന്ന കുഞ്ഞായിട്ട് അരിഞ്ഞേച്ചല്ല, നീളത്തിലരിഞ്ഞ് ബട്ടറിനകത്ത് ഇട്ട് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതായത് നല്ല മൊരിഞ്ഞൊരു ബ്രൗൺ കളർ ആവുമല്ലേ എന്ന് പറയുന്ന പോലെ അത് ചെയ്യണം. അതിനിപ്പോൾ ഞാനിവിടെ എന്നാ എടുത്ത് വെച്ചേക്കുന്ന ഒരൊറ്റ ഉള്ളി എടുത്തിട്ടുള്ളൂ, നീളത്തിലരിഞ്ഞേക്കുന്നത്. പിന്നെ ആണെങ്കിൽ ഇത് ഒലീവ് ഓയിലല്ല നമ്മൾ വറുക്കാൻ പോകുന്നത്. എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ബട്ടറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് അതിനുണ്ടാവും. നമ്മുടെ സോസിന് ചെറിയ തീ മതി, അന്നേരം പിന്നെ ഇതിനെ ഇപ്പുറത്തോട്ടാക്കാം. ഇതിനകത്തോട്ട് ഒത്തിരി ഒരു ഉള്ളിയല്ലേ ഉള്ളൂ, അന്നേരം ഒരു 2 ക്യൂബ് ഇട്ടേച്ചാൽ മതിയേ. ഇനി ബട്ടർ നല്ല മെൽറ്റായി. ഇതിനകത്തോട്ട് ഞാൻ ഈ ഉള്ളി ഇടുക. ഇതിനകത്തോട്ട് എന്നാ പറയുന്ന ഒരു വലിയ വെളുത്തുള്ളിയുടെ അളവ് മതിയേ, ഒരു 1/4 സ്പൂൺ മതിയാവും. ഇനി ഇത് ഇച്ചിരി ഒന്ന് മൊരിയട്ടെ. ഈ ഉള്ളി പൊതുവേ അറിയാമല്ലേ, ഈ പറഞ്ഞ കൂട്ട് തന്നെ ഇച്ചിരി ഒരു സമയം എടുക്കുന്ന ഒരു കാര്യമാണ്. ഒത്തിരി സമയമില്ല, ഇച്ചിരി ഉപ്പിട്ടാൽ പെട്ടെന്ന് ആവാന്നേ ഉള്ളൂ. പക്ഷേ ബട്ടറിന് ഉപ്പാ, അന്നേരം പിന്നെ നമ്മൾ പിന്നെ ഉപ്പിടുവാന്നേലും അത് ഒക്കുകയല്ലോ. ഞാൻ എൻ്റെ ഒരു കുഞ്ഞുള്ളി ബട്ടറിനകത്തിട്ട് കാരമലൈസ് ചെയ്തപ്പോൾ ഒരു ഇച്ചിരിയേ ഉണ്ട് കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. എൻ്റെ സോസ് ആണെങ്കിൽ നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ആ നല്ലൊരു ഫ്ലേവറുണ്ട്. ഇനി ഇതും ഞാൻ ഓഫ് ചെയ്യാൻ പോവാ. ഇനി അടുത്ത സ്റ്റെപ്പാണ് ഞാൻ പറയാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ നമുക്കിനി നമ്മുടെ കട്ട്ലേറ്റ് അല്ല, വെളി രാജ്യത്തെ കട്ട്ലേറ്റ് ഉണ്ടാക്കാം. ഇതൊരു ഇച്ചിരി ഇറച്ചിയാണ്, അതായത് ബോൺലെസ് അല്ലെന്നുണ്ടെങ്കിൽ ഇറച്ചി മേടിച്ച് വെച്ച് നമുക്ക് ഉപ്പിട്ട് പുഴുങ്ങി വെച്ച് ഇറച്ചി മാത്രം പിച്ചിയെടുത്ത് വെച്ചാലും മതി. 1/4 കിലോയ്ക്ക് 1 മുട്ട, പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് വേണം, അതായത് ഒരു 1/2 കപ്പ്. പിന്നെ വേണ്ടിയത് കുറച്ച് ഒറിഗാനോ, പിന്നെ തൈം എന്ന് പറഞ്ഞിട്ടൊരു ലീഫുണ്ട്. അത് പക്ഷേ നമ്മുടെ ഇവിടെ കിട്ടുകയില്ല, പക്ഷേ ഇത് ഡ്രൈ ആയിട്ട് കിട്ടും. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ്. അത് ഇച്ചിരി നമ്മൾ എന്നാ പറയുക, നമ്മൾ കേരളക്കാർക്കൊക്കെ ഒരു ഇച്ചിരി എരിവ് കൂടുതലല്ലേ ഇഷ്ടം. പിന്നെ കുറച്ച് ചീസാണ് വേണ്ടിയത്, അത് 1 ക്യൂബ്, ഇതിൻ്റെ ഒരു പോർഷൻ എടുത്തിട്ട് അത് ഗ്രേറ്റ് ചെയ്തെടുക്കണം. പിന്നെ കുറച്ച് ഉപ്പ്. ഇത്രയും സാധനമാണ് നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട്, അതായത് മീറ്റ് ബോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയ സാധനങ്ങളെ. പിന്നെ സ്പാഗറ്റി എന്ന് പറയുന്നതാണ് ഇതേൻ്റെ
ഇത് നമുക്കിപ്പം എന്നാ പറയുന്നത് മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഈ സ്പെഗറ്റി ഈ പറഞ്ഞ കൂട്ട് അറിയാം, നമുക്ക് മിക്ക പേർക്കും അറിയാം. ഇതൊരു ഞാൻ ആ ഒരു കവറിൽ നിന്ന് ഒരു 1/4 പോർഷനെ എടുത്തിട്ടുള്ളൂ. അതായത് ഒരു പിടി എന്നൊക്കെ നമ്മൾ പറയുകയല്ലേ, എന്ന് പറഞ്ഞ കൂട്ട് ഒരു പിടി. ഇത് മുറിച്ചിട്ട് ഒടിച്ചിട്ടോ ഒന്നും വേവിക്കരുത്. ഇതേപോലെ തന്നെ വേവിച്ചാലേ നമ്മൾ ലാസ്റ്റ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ തന്നെ തിളച്ച വെള്ളത്തിനകത്തോട്ട് ഇച്ചിരി ഉപ്പും ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ച് നല്ല വേവിച്ചെടുക്കണം. ഇതിന് ഇച്ചിരി മറ്റേ എഗ് നൂഡിൽസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടി വേവുണ്ട്, നോക്കി വെച്ച് എടുക്കാവുള്ളൂ. പിന്നെ ഡ്രെയിൻ ഔട്ട് ചെയ്ത് നമ്മൾ സാധാ എഗ് നൂഡിൽസ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്തേച്ചാൽ മതി. ഇനി കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പമാട്ടോ, വേറെ പണിയൊന്നുമില്ല. ഇതെല്ലാം കൂടെ എന്നാ ചെയ്യണം, മിക്സിക്കകത്തോട്ട് ഇട്ടൊന്ന് അടിച്ചേച്ചാൽ മതി. അതിനകത്തോട്ട് ഒരു ഇച്ചിരി ഒരു 1/4 പോർഷൻ പിന്നെ അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട. നമ്മുടെ അളവ് കപ്പിനാണെങ്കിൽ ഒരു 1/2 കപ്പ് ബ്രെഡ് ക്രംസ് ഇടുക. അതായത് ഇതിനെ നമുക്കൊന്ന് കോട്ടായി കിട്ടണം, അത്രേ ഉള്ളൂ. ഇതിപ്പം ഞാൻ നിറച്ച് 3 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെയാണ് ഫ്ലേവറിങ് ഏജൻസ്, അതായത് നമ്മുടെ ഒറിഗാനോ, പിന്നെ ആണെങ്കിൽ കുറച്ച് തൈം. ഇതെല്ലാം 1/4 ടീസ്പൂൺ വീതം ഇട്ടേച്ചാൽ മതി. കുരുമുളക് 1 ടീസ്പൂൺ ഇട്ടു. പിന്നെ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ്, അതും 1 ടീസ്പൂൺ. ഇനിയിപ്പോൾ നമ്മൾ റെഡ് ചില്ലി ഫ്ലേക്സ് ഇട്ടു. ഇനിയിപ്പോൾ എന്നാണെന്നറിയോ, ഇനി ഇടാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് 1 ക്യൂബ് ചീസ് ഇതിനകത്ത് ഗ്രേറ്റ് ചെയ്തിടുക. ചീസിനകത്ത് ബേസിക്കലി ഇച്ചിരി ഉപ്പുണ്ട്, എന്നാലും ഞാനൊരു ഇച്ചിരി ബാക്കി ഇറച്ചി ഉപ്പിട്ടാണ് വേവിച്ചേക്കുന്നത്. എന്നാലും നമ്മളൊരു കറി ഉണ്ടാക്കുമ്പോൾ ഒരു ഇച്ചിരി ഉപ്പിട്ടില്ലെങ്കിൽ വലിയ ഇച്ചിരി ഒരു പ്രയാസമല്ലേ, അന്നേരം ഞാനൊരു ഇച്ചിരി ഉപ്പ് എടുത്തുള്ളൂ. ഉപ്പിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഇട്ടല്ലോ എന്ന് പറയാലോ. ഇപ്പം ഏകദേശം ഇതൊന്ന് സ്മാഷ് ആയില്ലേ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വഴറ്റി വെച്ചേക്കുന്ന ഉള്ളിയില്ലേ, അതിനും കൂടെ ഇതിനകത്തോട്ടിടണം. ഈ നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ ഇച്ചിരി എരിവും അതൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടിക്കുന്ന സമയത്ത് ടേസ്റ്റ് നോക്കണം. ടേസ്റ്റ് നോക്കി വെച്ച് ഇച്ചിരി നമ്മുടെയൊക്കെ ഫ്ലേവർ കുറച്ചുകൂടെയൊക്കെ കുരുമുളകൊക്കെ അല്ലേ നമ്മൾ ഇഷ്ടപ്പെടുന്നത്, അന്നേരം ഇച്ചിരി കുരുമുളകും ഇട്ടേച്ച് ഇച്ചിരി റെഡ് ചില്ലി ഫ്ലേക്സും ഒക്കെ ഇച്ചിരി കൂട്ടിക്കോണം. ഇപ്പം ഞാൻ പറഞ്ഞ അളവിന് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ. ഇനിയാന്നു ഒരു ഇച്ചിരി ജോലിയെ എന്നാന്നോ, നമുക്ക് ഇനി ഇത് കട്ട്ലേറ്റ് ഉണ്ടാക്കണ്ടേ. ഇപ്പം ഞാൻ എടുത്ത ആ ഇറച്ചി കഷ്ണത്തിൻ്റെ അളവാണെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ തന്നെ മതിയാവും കേട്ടോ. പിന്നെ ഇപ്പം നമ്മൾ ഈ കണ്ടില്ലേ, ഇതിനകത്ത് ഒരു പച്ചനിറമൊന്നും ഇല്ല. പിന്നെ ഈ പറഞ്ഞ കൂട്ടി ഇച്ചിരി മല്ലിയില ഇട്ടെന്നും പറഞ്ഞ് ദോഷമൊന്നുമില്ല. ഞാൻ എൻ്റെ ഫ്രിഡ്ജിലുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ഇടും കേട്ടോ. ഇതിനകത്തോട്ട് ഞാനിപ്പം എന്നാന്നറിയോ, മല്ലിയില എന്ന് പറഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ എനിക്ക് ആ മല്ലിയില ഇടാനിങ്ങനെ ഒരു പച്ചയിലയില്ലെങ്കിൽ ഒരു സുഖമില്ലെന്ന്. അവരൊന്നും ഇടുകയില്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്കേ മല്ലിയിലയൊക്കെ ഇട്ട് ഒരു പച്ചനിറമൊക്കെ ഒന്ന് കണ്ടില്ലേൽ വലിയൊരു ഏനക്കിട. അന്നേരം എനിക്കാണെങ്കിൽ പ്രത്യേകിച്ചും അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, ഞാൻ ഒരു ഇച്ചിരി മല്ലിയിലയും കൂടി ഇടുക കേട്ടോ. ഞാൻ ഇൻഗ്രീഡിയൻറ്റിൻ്റെ പേരിൽ പറഞ്ഞിട്ടില്ല, പക്ഷേ ഇത് കുഴച്ച് വന്നപ്പോഴത്തേക്കും എനിക്ക് വലിയൊരു വിഷമം, എനിക്ക് ഇട്ടേ പറ്റൂ. ഇതിനെ കുഞ്ഞു 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 ബോളാക്കണേ. മീറ്റ് ബോൾസ് എന്ന് പറയുന്നത് ഒത്തിരി വലുതാക്കല്. നമ്മുടെ സ്പെഗറ്റിക്കകത്ത് കിടക്കുമ്പം എന്നാ പറയുന്നത്, ഒരു ചിക്കൻ പീസ് കിടക്കുന്ന പോലെ. ഇത്രയും മതിയാവും. ഇതിൽ കൂടെ കുറച്ചുകൂടി കുഞ്ഞാക്കാമെങ്കിൽ നല്ലയാ, പക്ഷെ എന്നാലും എൻ്റെ കൈവാക്കിന് ഒക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇത്രയാക്കാം കേട്ടോ.
തവ വെച്ചേച്ച് നമുക്ക് നമ്മുടെ സ്പെഗറ്റി ഒന്ന് വേവിക്കണം. സ്പെഗറ്റിക്ക് വേവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി നേരം എടുക്കും. നമ്മൾ സാധാരണ എഗ് നൂഡിൽസ് പോലെ ഒക്കുകയില്ല. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ഉപ്പ് ഇട്ട് വെച്ചേക്കാവേ. എവിടെയാ വെള്ളത്തിൽ. ഇനി നമ്മുടെ വെള്ളം ഇവിടെ ഇരുന്ന് തിളക്കട്ടെ. നമ്മുടെ സോസ് റെഡിയായി കഴിഞ്ഞു. ഞാൻ ഇനി നമ്മുടെ കട്ട്ലേറ്റ് എല്ലാം കുഞ്ഞു ബോളായിട്ട് ഉരുട്ടിയേക്കുക. നമ്മൾ നേരത്തെ എടുത്ത ഒരു തവ ഇല്ലേ, ഏതാ നമ്മുടെ ഉള്ളിയൊക്കെ വഴറ്റിയേ, നമുക്ക് ആ സെയിം തവ തന്നെ എടുത്തേച്ച് എന്നിട്ട് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ അതിനകത്തോട്ട് ഒരു ഇച്ചിരി ഒലീവ് ഓയിൽ ഒഴിക്കണം. നമ്മൾ കട്ട്ലേറ്റ് ഒക്കെ വറക്കുന്ന കൂട്ട് ഒത്തിരി ഡീപ്പ് ഫ്രൈ അല്ല കേട്ടോ. ഇതൊരു ഇച്ചിരി ഷാലോ ഫ്രൈ ആ. എന്നാൽ നമ്മുടെ ആ ചിക്കനൊക്കെ നമ്മൾ ചേർത്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ഇച്ചിരി ഒന്ന് മൊരിയേം വേണം. അതുകൊണ്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു. എപ്പോഴും വെള്ളം തിളച്ചേച്ച് നമുക്ക് എന്നാ പറയുന്നത് ഈ സ്പെഗറ്റി ഇട്ടേച്ചാൽ മതി. അല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഈ പറഞ്ഞ കൂട്ട് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ എൻ്റെ പാൻ ആന്നേൽ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് എണ്ണ ഒഴിക്കുകയില്ല. ഇച്ചിരി ഒരു ഷാലോ ഫ്രൈ മാത്രമേ ഉള്ളൂ. അന്നേരം ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ മീറ്റ് ബോൾസ് ഇടാം. പിന്നെ നമ്മൾ ഈ മീറ്റ് ബോൾസ് ഇച്ചിരി വറക്കുമ്പോഴത്തേന് ഒരു ഇച്ചിരി മൊരിഞ്ഞോട്ടെ. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉണ്ടല്ലോ ഈ പറഞ്ഞ പോലെ പൊട്ടിപ്പോകുമ്പോഴത്തേക്ക് നമ്മുടെ സോസിനകത്തൊക്കെ ഇടുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് എന്നാ പറയുക മെസ്സാവും. അതിലും ഭേദം അത് ഇച്ചിരി സമയം കൊടുത്തൊന്ന് ഇച്ചിരി മൊരിയണം. കാരണം ഡീപ്പ് എണ്ണയല്ല ഒഴിച്ചേക്കുന്നത്. ഇടയ്ക്കൊക്കെ നമ്മുടെ സ്പെഗറ്റി ഒന്ന് ഇളക്കി ഇട്ടേച്ച് കൊടുക്കുക. പക്ഷേ അത് ഈ പറഞ്ഞ കൂട്ട് അതൊന്ന് എന്നാ പറയുന്നത് നൂഡിൽസ് പോലെ ഇച്ചിരി എന്നാ പറയുക വളഞ്ഞൊക്കെ വന്നാലും അതിന് ഇച്ചിരി വേവ് ഉണ്ട്. അതുകൊണ്ട് ധൃതി പിടിക്കല്ല. ഇനി എന്നാന്നറിയാം ഒരു ഇച്ചിരി ജോലിയുണ്ട്. എന്നാന്നോ നമ്മുടെ ആ മീറ്റ് ബോൾസ് ഒക്കെ ഒന്ന് വറക്കണം. പിന്നെ സ്പെഗറ്റിക്ക് ഒരു ഇച്ചിരി വേവ് ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ധൃതി പിടിച്ചെടുത്താൽ ഒക്കുകയില്ല. സ്പെഗറ്റി വെന്തു കേട്ടോ. ഇനി ഞാൻ ആ ബോൾസ് മുഴുവൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത നെക്സ്റ്റ് പ്രൊസീജിയർ എന്നാണെന്നറിയാവോ? ഇനിയുള്ളൊരു സ്റ്റെപ്പ് എന്നാന്ന് വെച്ചാൽ ഫൈനലിന് നമുക്ക് വേണ്ടി എന്നാന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ വേവിക്കാൻ നേരത്ത് ഇച്ചിരി സ്റ്റോക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ നമ്മൾ ഇതിൽ ഇച്ചിരി സ്റ്റോക്ക് മതി. പിന്നെ എന്നാ വേണ്ടതെന്ന് വെച്ചാൽ ഒരു ഇച്ചിരി വൈറ്റ് വൈൻ വേണം. ഇത് രണ്ടും മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. എക്സ്ട്രാ എന്ന് പറയുന്നത് ഇത് നമ്മുടെ കയ്യിലുള്ളത് തന്നെയാണ്. ഇനി അടുത്ത് നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ സ്പെഗറ്റി വെന്തു, നമ്മുടെ ബോൾസ് എല്ലാം വറുത്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഈ പാനിലോട്ട് കുറച്ച് സ്റ്റോക്ക് ഒഴിക്കും, നമ്മുടെ ചിക്കൻ സ്റ്റോക്ക്. കുറച്ച് ചിക്കൻ സ്റ്റോക്കും പിന്നെ ആണെങ്കിൽ നമ്മുടെ വൈന് ഇച്ചിരി പുളിയുള്ളതാ. അതുകൊണ്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതിയേ. ഇനി ഇത് ഇച്ചിരി ഒന്ന് തിളക്കട്ടെ. തിളയ്ക്കാൻ ഒരു ഇച്ചിരി നേരം എടുക്കുന്നത് കൊണ്ട് നമുക്ക് എന്നാന്നോ ചെറിയ അടുപ്പേ വെക്കണ്ട, ഞാൻ വലിയ അടുപ്പേ വെക്കാൻ പോവാം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ എന്നാ ചെയ്ത് വെച്ചേക്കുന്ന സോസ് ഇല്ലേ അതും കൂടി ഇതിനകത്തോട്ട് ഒഴിക്കണം. പിന്നെ ഇതിനകത്തോട്ട് എന്നാന്നറിയാവോ ഒരു ലേശം മല്ലിയില പ്ലീസ്. ശരിക്കും മല്ലിയില അല്ല ഇടുന്നത്, ശരിക്കും നല്ല ഫ്രഷ് പാർസ്ലി ലീവ്സ് ഉണ്ടെങ്കിൽ അതിടാം. ആ ഫ്ലേവർ ചിലപ്പോൾ നമുക്ക് ഒത്തിരി ഒന്നും ഇഷ്ടപ്പെടുകയല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇച്ചിരി മല്ലിയില ഇടുന്നത്. ഇനി ഒരു ഇച്ചിരി ഒന്ന് തിളച്ചിട്ട് അതൊന്ന് എന്നാ പറയുക നമ്മുടെ സ്പെഗറ്റിയിലൊന്ന് പെരളുന്ന ഒരു പരുവാവട്ടെ. അതൊരു ഇച്ചിരി സമയം. ഇനിയിപ്പോൾ നമ്മുടെ സോസ് ഇച്ചിരി തിളച്ചേച്ച് അതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ആ സമയത്ത് എന്നാ ചെയ്യണമെന്നറിയാവോ? നമ്മുടെ ആ മീറ്റ് ബോൾസ് അല്ലേ ഇതിനകത്തോട്ട് ചേർക്കണം. അപ്പോൾ ഇതിനകത്ത് മീറ്റ് ബോൾസും ചേർത്തേച്ച് നമ്മുടെ സ്പെഗറ്റി ഇതിനകത്തോട്ട് ചേർക്കണം. ഇതിപ്പോൾ ഞാൻ ഇച്ചിരി കൂടുതൽ സ്പെഗറ്റിയാണ് വേവിച്ച് വെച്ചേക്കുന്നത്. എന്നാലും നമ്മുടെ ഈ ഗ്രേവി ഉണ്ടല്ലോ, ഈ സ്പെഗറ്റിയിൽ മീറ്റ് ബോൾസും ഗ്രേവിയും കൂടെ ഈ സ്പെഗറ്റി നല്ല പൊതിഞ്ഞിരിക്കണം. അതാ അതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ നമ്മൾ വേവിക്കുന്ന ഇച്ചിരി കൂടുതലാകുന്നതിൽ ഇച്ചിരി അങ്ങോട്ട് കുറച്ചോ.
ഇതിനെ നല്ലതായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. എന്നാന്നറിയോ, അപ്പോൾ അത് ഇച്ചിരി നേരം ഇനി നമ്മുടെ ചീനച്ചട്ടിയിൽ പാനിൽ ഇച്ചിരി നേരം ഇരിക്കണം. എന്നാലേ നമ്മുടെ സ്പെഗറ്റിക്കകത്ത് നമുക്ക് ഫ്ലേവേഴ്സ് ഒന്നുമില്ല, ആ സോസിൻ്റെ ഫ്ലേവർ ഒന്ന് ആ സ്പെഗറ്റിക്കകത്തോട്ടൊന്ന് പിടിക്കണം. ഇനി ഒരു ഇച്ചിരി നേരം ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി സ്റ്റോക്കും കൂടെ ഒഴിച്ചേച്ച്, എനിക്ക് ഇച്ചിരി ഗ്രേവി ഇതിനകത്ത് കുറവാണ്, അന്നേരം ഞാൻ ഒരു ഇച്ചിരി സ്റ്റോക്കും കൂടെ ഒഴിച്ച് ആ സ്പെഗറ്റിയിലൊന്ന് പിടിക്കാനായിട്ട് മാത്രമേ ചേർക്കുള്ളൂ. ഇനി ഇതിനകത്ത് അടച്ചിരിക്കട്ടെ. ഇനി നമ്മുടെ ഗസ്റ്റിനെ കുറിച്ച് നമ്മൾ ഇതുവരെ സംസാരിച്ചോ? ഇല്ലല്ലോ, ഒരു വലിയ പ്രോസസ്സല്ലേ ഇവിടെ നടന്നേ. അതായത് ചിക്കൻ മീറ്റ് ബോൾസ് ഇൻ സ്പെഗറ്റി എന്ന് പറഞ്ഞിട്ട് ചുമ്മാ പേടിപ്പിക്കുന്ന ഒരു സാധനമൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഇത്രയും സ്പെഷ്യൽ സാധനം ഞാൻ ഇന്ന് ആർക്കാ കൊടുക്കാൻ പോകുന്നതെന്നറിയോ? ഇന്ന് നമ്മുടെ ഗസ്റ്റായിട്ട് ആനീസ് കിച്ചണിലേക്ക് വരാൻ പോകുന്നത് ഷോണും പാർവതിയുമാണ്. ഈ ഷോണും പാർവതി എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ പെട്ടെന്ന് ആലോചിക്കുന്നത് ഏതായി ഷോണും പാർവതിന്ന്? ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ആരാന്നറിയോ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന എന്താ പറയുന്നത്, രാഷ്ട്രീയത്തിലെ എന്താ പറയുക, ഒരു നട്ടലുള്ള ഒരാൾ എന്നൊക്കെ പറയാം. നമുക്ക് പി സി ജോസ് സാറിനെ നല്ലോണം അറിയാം. അപ്പം പി സി ജോസ് സാറിനെ പറ്റി നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട, അദ്ദേഹത്തിൻ്റെ മകനാണ് നമ്മുടെ ഷോയിൽ ഇന്ന് വരുന്നത്. പിന്നെ പാറുവിനെ പറ്റി പറയുവാണെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുവാണെങ്കിലുണ്ടല്ലോ, നമ്മുടെ അമ്പിളിച്ചേട്ടൻ, അതായത് കുറച്ചുകൂടെ പറയുവാണെങ്കിൽ നമ്മുടെ ജഗദീഷ് ശ്രീകുമാർ ചേട്ടൻ്റെ മകളാണ് പാറുവിനെ പറ്റി പറയുവാണെങ്കിൽ പാറു ഇതേപോലെ ഒരു കുക്കറി ഷോ ചെയ്തിട്ടുണ്ട്. എന്നെക്കാട്ടിലും ഇപ്പോൾ ശരിക്കും നല്ലതായിട്ടൊരു മിടുക്കിയായി കേട്ടോ. ഇനിയിപ്പോൾ എനിക്കറിയാൻ മേലാത്ത ചില ടിപ്സൊക്കെ ഞാൻ പാറുവിനോടും കൂടെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കാതെ പറ്റുള്ളൂ. പക്ഷേ എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്കും കൂടെ മനസ്സിലാവുമല്ലോ. ഇനി എൻ്റെ സ്പെഗറ്റിയിൽ എൻ്റെ എന്നാ പറയുന്ന ആ സോസൊക്കെ നല്ലതായിട്ട് അങ്ങ് പിടിച്ചു. ഇനി ഇതിനൊരു ചെറിയൊരു പ്രസൻറ്റേഷൻ മാത്രമേ ഉള്ളൂ. അതെന്നാന്ന് വെച്ചാൽ, നമ്മൾ ഈ സ്പെഗറ്റി എപ്പോഴും നമ്മൾ പ്ലേറ്റിലോട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ബോൾസ് ചുറ്റും വെച്ചേച്ച് ഇച്ചിരി എന്നാ പറയുന്നത് ചീസും കൂടെ ഗ്രേറ്റ് ചെയ്ത് മേളിലിടണം. അത്രയും മാത്രമേ സ്പെഗറ്റിയിലുള്ളൂ. അത് ഞാൻ ഇനി പ്രസൻറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ചിക്കൻ മീറ്റ് ബോൾ ഇൻ സ്പെഗറ്റി. ഇതിൻ്റെ പ്രസൻറ്റേഷൻ ഞാൻ പറഞ്ഞ കൂട്ടോ ഒത്തിരി ഭംഗിയൊന്നും ഇല്ല, പക്ഷേ അതിൻ്റെ രുചി എന്ന് പറയുന്നത് കുറച്ച് നല്ല രുചിയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാനൊരു വെജിറ്റബിൾ കറി അല്ല മുട്ടയിട്ടൊരു കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എൻ്റെ പാറു പറഞ്ഞിട്ട്, നമസ്തേ, വരൂ. നിന്റെ കാര്യം ഇപ്പം ഞാനിവിടെ പറഞ്ഞതേ ഉള്ളൂ. അന്നേരം പിന്നെ നിനക്ക് 100 ആയുസ് അല്ലേ? നമ്മുടെ മലയാളികളൊക്കെ പറയുന്നതല്ലേ ഷോൺ എന്നതായി നോക്കുന്നത് ഇങ്ങനെ തുറച്ച്. എൻ്റെ ഫേവറേറ്റ് ഐറ്റം തന്നെയാണ് സ്പെഗറ്റി. ഇഷ്ടമാണോ സ്പെഗറ്റി? വേണോ അത്? ഞാൻ പെട്ടെന്ന് ബീഫാന്ന് ഓർത്തു പോയി. ബീഫല്ല, ബീഫുണ്ട്. ഇത് ചിക്കനാ. ചിക്കൻ വെച്ച് ചിക്കൻ ബോൾസ് ആക്കി വെച്ച്. ഇത് ആരോട് ചോദിക്കുന്നത്? ഇത് ആരാന്നറിയാവോ? എന്നെക്കാട്ടിലും ഇപ്പൊ ഇവർക്ക് പാചകം ഭയങ്കരമായിട്ട് അറിയാവുന്ന തോന്നുന്നല്ലേ? പഠിക്കാനാ വന്നേക്കുന്നത്. ഇവളുടെ ഇനിയിപ്പോ ഞാൻ പഠിക്കേണ്ട ഒരു അവസ്ഥയാ. എന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, എന്നെക്കാട്ടിലും മുമ്പേ കുക്കറി ഷോ ചെയ്ത് തുടങ്ങി. എന്നാ വെച്ചാൽ നമ്മുടെ പ്രേക്ഷകരായിട്ട് ഏറ്റവും അടുപ്പേ. എന്നാ പിന്നെ ഒറ്റ കാര്യം എനിക്ക് പറഞ്ഞ, ഒരു ഉപ്പോ എരിവോ പുളിയോ എന്നേലൊന്ന് കൂടിയ ഒരു ചെറിയ ടിപ്പ് പറഞ്ഞാൽ ഞങ്ങളും കൂടെ രക്ഷപ്പെട്ട് പോട്ടെ. കഴിക്കട്ടെ. ഇതിലൊന്നും ഇവരൊക്കെ പാചക കുന്തള റാണിമാരാ. അടുക്കളക്കകത്ത് നിന്ന് ഇപ്പഴേ ഫ്രെയിമിൽ വന്നല്ലേ ഉള്ളു. ഞങ്ങളൊക്കെ എക്സ്പെരിമെന്റ് ചെയ്തോണ്ടാ വരുന്നത്. ഇത് എപ്പോഴാ ഇത് പാചകമൊക്കെ എവിടുന്ന പഠിച്ചേ? കല്യാണം കഴിച്ചതിന് ശേഷം പഠിച്ചാലേ നിവൃത്തിയുള്ളൂ. ഷോന്റെ ഇവരെല്ലാരും ഭക്ഷണം കഴിക്കുന്നവരായിട്ട്. ഇവളുടെ തട്ടിപ്പൊക്കുകയല്ലാന്ന്. പിന്നെ എന്റെ അമ്മായിമ്മയൊക്കെ നല്ല അച്ചായമാരുടെ നടുക്ക് തന്നാ ഭക്ഷണം പാചകം ചെയ്യാൻ അറിഞ്ഞില്ല. മോളെ അവിടുന്ന് ഒരാൾ ഇങ്ങോട്ട് രക്ഷപ്പെട്ടു വന്നാണ് ഇവിടെ നിൽക്കുന്നത്. പക്ഷെ ഒരു കാര്യം, അനുചേച്ചിക്ക് പകരം ഞാൻ പോയതാ. ഇതിനകത്ത് നമുക്ക് പകരം കിട്ടിയതാണ്. ഞാൻ അവിടുന്ന് അനുചേച്ചിയെ ഷായി ചേട്ടൻ അടിച്ചോണ്ട് വന്നപ്പോ എന്നും പറഞ്ഞ് 2 കുടുംബത്തിനും ദോഷമൊന്നുമില്ലല്ലോ. നല്ല ഐശ്വര്യം. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇരുന്ന് വർത്താനം.
അതെന്നാ കറിയാന്നറിയാവോ? ഞാനൊരു ഓംലെറ്റ് ഇട്ടൊരു കറിയാ വെച്ചേക്കുന്നത്. അത് ശരിക്കും അത് പാറുവിന് സ്പെഷ്യലായിട്ട് ചെയ്യാൻ വെച്ച എന്നാന്നറിയാവോ? ശരിക്കും പാറുവിന് സന്തോഷ വാർത്ത കേട്ടോ. പാറു ഒരു 6 months പ്രഗ്നന്റ് ആണ്. അപ്പൊ അവൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ ചെയ്തു കൊടുത്ത കറി. അപ്പൊ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് ഞാൻ പിന്നെ വേറൊരു എപ്പിസോഡിൽ ഞാൻ ഈ സ്പെഷ്യൽ കറി പറഞ്ഞുതരാം. ഇനി നേരത്തെ പറഞ്ഞാലേ നമുക്ക് ഇവരുടെ വിശേഷമൊക്കെ ഒന്ന് അറിയണ്ടേ. അന്നേരം ഈ കറിയും പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒക്കെ അല്ല, അവളുടെ വിശേഷം കൂടുതലൊന്നും അറിയട്ടെ. ഇവിടുന്ന് പോയ കൊച്ച് പാലായിൽ എന്നാ ചെയ്യുന്നതെന്ന് അറിയണ്ടേ? ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് പോയ കൊച്ച് നസ്രാണികളുടെ ഇടയിൽ ചെന്നേച്ച് എന്നാ ചെയ്യുന്നത് എന്നോട് ചോദിക്കുന്നതിനേക്കാൾ ഇവിടുന്ന് പാവം പോലെ പോയി അവിടെ ഞാൻ ഗർജിക്കുന്ന സിംഹമായിരിക്കും. എടി നസ്രാണികളെ അങ്ങനെ പറയല് ഷോണെ, കേൾക്കുന്നില്ലേ ഇത്? അതന്നെ, ഈ അവസ്ഥയിൽ ഇരിക്കുമ്പോ അവൾ എന്ത് പറഞ്ഞാലും കേൾക്കുക, അവളുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാകുന്ന മാത്രം ചെയ്യും. ഇതൊക്കെയാണ് ഞാൻ 3 മാസത്തേക്ക് ഷോൺ ക്ഷമിച്ചേക്കും. അത് കഴിയുമ്പോൾ വേറെ അറിയും. എന്നാ ഞാൻ ഈ ഒരു സ്റ്റേജിൽ നിന്ന് മാറുന്നില്ല. നിത്യ ഗർഭിണിയായിരിക്കും. വളരെ ഹാപ്പി. എന്തൊരു സന്തോഷം. അല്ല, അവരുടെ കൂട്ടത്തിലൊക്കെ ഒരു കൊച്ചേ ഉള്ളൂ, 2 ഉള്ളൂ. ഒരു 8, 10 എണ്ണം 5, 6 ഒക്കെ ടീമില് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ പണ്ടത്തെ കാലത്തൊക്കെ ശരിക്കും അത് പറഞ്ഞ ഒത്തിരി ഒരു പാരമ്പര്യം 5 ഒരു പരിധി വരെ പിന്നെ അത് വേണമല്ലോ. പിന്നെ അല്ല ഒരു കാര്യമുണ്ട്, ഞാനൊരു കാര്യം പറയാം. പക്ഷെ അതിനകത്ത് ഈ കൂട്ടുകുടുംബം ആ ഒരു അറ്റാച്ച്മെന്റ് ശരിക്കും കൂടുതലാ കമ്പാരിറ്റീവ്ലി. അത് ശരിയാട്ടോ. അത് ശരിക്കും പാറൂന് അത് ഇപ്പൊ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. ശരിയായിട്ടും. അതെന്ന് വെച്ചാൽ അവിടെ ഒരു വിഷയം തന്നാൽ നമ്മുടെ ചുറ്റിന് ആൾക്കാരുണ്ട്. എന്ത് ഭയങ്കര ഇവിടെ എന്ന് വെച്ചാൽ അങ്ങനെയല്ലല്ലോ. മറ്റുള്ളവർക്ക് എന്ത് അവരവരുടെ ഒരു രീതി. വളരെ ശരിയാണ്. ഇതോ ചിക്കൻ മീറ്റ് ബോൾ ഇൻ സ്പാഗറ്റി. ആരുണ്ടാക്കിന്നോ ഷോണ? മിക്കവാറും ഞാന് സ്ഥലകാലം പോകും നോക്കല്ല. അല്ല, എനിക്ക് അറിയാൻ ഇത് ഉണ്ടാക്കിയാലും വെച്ചിട്ട് ചേച്ചി ഇങ്ങനെ പ്രസന്റ് ഇവളൊക്കെ ചെയ്യുന്ന അല്ല അങ്ങനെയല്ല. ഞാൻ തമാശ പറഞ്ഞ അല്ല, ഇത് വായിക്കൊള്ളയില്ലാത്ത ഒരു സാധനം ഒന്നാം തരം ഒരു അച്ചായത്ത് ചേട്ടത്തി ഉണ്ടാക്കി എന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചത് കണ്ടിട്ട് നല്ല രസം തോന്നുന്നുണ്ടാവും. ഇന്നൊന്ന് കഴിച്ചു നോക്കിയേ. അപ്പൊ ഈ സമയത്ത് ഞാൻ പാറുവിന് ചപ്പാത്തിയും മുട്ടക്കറിയും കൊടുക്കാം. അവൾക്ക് വേറെ നിവൃത്തിയില്ല. വേണമെങ്കിൽ ടേസ്റ്റ് ഒന്നും ഇഷ്ടമാന്നേലും നോക്കിയോ. ഈ സമയത്ത് അതുകൊണ്ട് ഞാൻ നിർബന്ധിക്കത്തുമില്ല പാറുവിനെ. എന്നാലും ഓംലെറ്റ് ഇങ്ങനെ ഒരു കറി എനിക്ക് അങ്ങനെ ഒരു ഭക്ഷണം വിളമ്പി കഴിഞ്ഞാലുണ്ടല്ലോ കഴിക്കാന്നുള്ള സ്ഥലകാല ബോധമൊന്നുമില്ല. അത് ആ കാര്യം സ്വല്പം ആക്രാന്തമുള്ള, സ്വല്പം ഭക്ഷണത്തോട് ചെറിയ ഒരു പാരമ്പര്യമായിട്ടുള്ള അമ്മായിപ്പനും ഭക്ഷണം എന്ന് പറഞ്ഞാൽ നല്ല അറിയാമല്ലോ. അദ്ദേഹം കഴിക്കുന്ന കണ്ടാൽ നമുക്ക് വയറ് നിറയും. എന്റെ ആസ്വദിച്ച് രാജു ബ്രദറിലോ രാജു നമ്മൾ കഴിക്കണം. നമ്മൾ സൈഡിൽ നിന്നിട്ട് രാജു കഴിക്കുന്ന കണ്ടാൽ മതി, നമുക്ക് തൃപ്തി, നമ്മൾ വയറ് നിറയും. അതായത് ആ പ്ലേറ്റിനകത്ത് ഒരു ടിപ്പ് എന്തെങ്കിലും ഒരു സാധനം പോലും കാണില്ല. മൊത്തം പിന്നെ പപ്പടം, മീൻകറി, സൂപ്പർ സാധനം. ചമ്മന്തി അരച്ചാലും ചേച്ചി ഭയങ്കര മീൻ തല കറി ഭയങ്കര. മീൻകറി എല്ലാം അറിയാം. അങ്ങനെ മീൻ തല മേടിച്ചോണ്ട് വന്ന് വെക്കും, അത് ഭയങ്കര സംഭവമാണ്. പിന്നെ വേറൊരു സാധനം ഉണ്ടായിരുന്നു പപ്പ ലാസ്റ്റ് ഒരു വാഴയിലക്കകത്ത് ചിക്കൻ ചുവന്നുള്ളിയൊക്കെ ഇട്ട് ഭയങ്കര ടേസ്റ്റ്. പുള്ളി തലശ്ശേരി ഇവിടുന്ന് പഠിച്ചിട്ട് വന്ന് വീട്ടിൽ വന്ന് ചെയ്തതാണ്. കുരുമുളകൊക്കെ അവളുണ്ടാക്കുമല്ലോ. ചിക്കൻ പൊളിച്ചൊന്ന് വെച്ച് ഞങ്ങൾക്ക് വളരെ സന്തോഷം കണ്ടോ നല്ലാന്ന് പറഞ്ഞപ്പോ. ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചാണ് അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനി കൊള്ളാം കേട്ടോ, ഇത് കുഴപ്പമില്ല. നമുക്ക് ഇതൊന്ന് പയറ്റ് നോക്കാം. ഇത് പുതിയൊരു കഴിക്കാമല്ലോ. മുട്ടയ്ക്ക് പകരം ചിക്കൻ ആക്കിയാൽ മതി കണ്ടോ. എല്ലാത്തിനും അച്ചായൻ പച്ചക്കറി ഒന്നും കഴിക്കുകയല്ല. അതെന്നാ നീ കുറ്റം പറഞ്ഞിട്ട് ഞാനൊരു കാര്യം ചെയ്തിട്ട് പച്ചക്കറി ഒന്ന് ഓർത്ത് നോക്കണം. എന്തുമാത്രം വിഷമാണ് ഇതിനകത്ത് വരുന്നത്. ചിക്കനകത്ത് ഒരു കുഴപ്പമില്ല. ഹോർമോണൊന്നും പ്രശ്നമില്ല. ഹോർമോൺ നമുക്ക് ഹസാഡസ് അല്ല. നമുക്ക് ചിക്കൻ വണ്ണം വെക്കും, അല്ല വയറ് ചാടുകയൊക്കെ ഉള്ളൂ. പക്ഷെ മറ്റേത് ഭയങ്കര വിഷമല്ലേ. ഇന്നലെ വൈകുന്നേരം നീ കഴിച്ചോണ്ടിരുന്ന ഒരു കറിക്കകത്തുനിന്ന് പുഴുവിനെ കിട്ടില്ലേ? ചിക്കനകത്ത് അങ്ങനെ പുഴുവിനെ കിട്ടും. ഞാനിപ്പോ ഇതല്ല കേട്ടോ ഓർക്കുന്നത്. എനിക്കിത് എളുപ്പമായി. ഞാൻ അച്ഛനാണെങ്കിൽ ഓർക്കുമൊക്കെ കുത്തി എടുക്കുമ്പോഴത്തേക്കൊരു സമയം എടുക്കും. ഇല്ല, എനിക്ക് അങ്ങനെ അഹങ്കാരമൊന്നുമില്ല. ഞാനൊരു തനി നാടൻ മലയാളിയാണ്. ഞാൻ നമുക്ക് വേറെ എന്തും കഴിക്കാൻ. എനിക്ക് ചേച്ചിയുള്ള നൂഡിൽസ് ഒരു രക്ഷയില്ല. ഇത് പിരിച്ചു പറയാലോ. ഇപ്പൊ ചിക്കൻ അങ്ങനെ ഇച്ചിരി പ്രയാസമാണെങ്കിൽ ഷോൺ സമാധാനത്തിൽ കഴിച്ചാൽ മതി. നൂഡിൽസും സ്പെഗറ്റിയും ഒക്കെ ഏതാണ്ട് ഒരെണ്ണത്തിൽപ്പെടുന്ന. ഇത് വേണോ ശാലം? ഞാൻ കഴിച്ചോളാം. കൊതി വെക്കല്ലേ, ഗർഭിണിയാ. ഇവിടെ ഇടിക്കണം. ഷോൺ ഒരു കാര്യം ചെയ്യട്ടെ, ഇദ്ദേഹം എങ്ങനെ വരുന്ന ലൈഫിലേക്ക്? ഇവിടെ എവിടെ ഇട്ടാ കണ്ടേ?
ഞാൻ പറയാം. അയ്യോ എന്നതാണോ നോക്കിയേ. അതെ, നമ്മുടെ ഇടയിൽ പ്രേമം എന്നൊക്കെ പറഞ്ഞ അങ്ങനെ സംഭവം ഇല്ലായിരുന്നു എന്നൊക്കെ പറയാം. ഈ പത്രക്കാരി എഴുതി കൊളവാക്കിയതാണ്. ഞാൻ കഥ പറയാം. അതാ നല്ല. അതായത് ഈ ഇവരുടെ ക്ലാസ്സിൽ ഞാൻ സ്ഥിരം പോകുമായിരുന്നു. കാരണം വെച്ചാൽ ഇവരുടെ ക്ലാസ്സിൽ പാർട്ടി ശക്തമായ ഒരു ക്ലാസ്സാണ്. അപ്പം ഇവരെ പിള്ളേരെല്ലാം കാണാൻ വേണ്ടി സ്ഥിരം പോകുമായിരുന്നു. അപ്പോൾ എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നതുകൊണ്ട് ജഗതി ശ്രീകുമാറിൻ്റെ മോളാണ്. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് ഈ കോളേജുകളിൽ നമുക്ക് യൂണിയൻ വരും, അവർക്ക് ആർട്സ് ക്ലബ് ഇനാഗ്രേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ ജഗതി ശ്രീകുമാറിനെ ഒന്ന് കിട്ടുക എന്നുള്ളത് നമ്മുടെ ഒരു ഉള്ളിലുള്ള. അപ്പം നേരത്തെ മുതൽ ഞാനൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. പക്ഷേ വിളിക്കും, എന്നാണ്ട് വിശേഷം എന്നൊക്കെ കാണുമ്പോൾ എല്ലാം വർത്താനം പറയും. അത് കഴിഞ്ഞ് ഒരു ദിവസം പഞ്ചാരക്കുട്ടനായിരുന്നു കേട്ടോ. പഞ്ചാരക്കുട്ടൻ അപ്പോൾ അത് കഴിഞ്ഞ് ഫൈനൽ ഇയർ കഴിഞ്ഞ് നിൽക്കുന്നത് ഞാൻ പഠിച്ചിറങ്ങി. ഇവരെന്നെക്കാളും 2 വർഷം ജൂനിയറാണ്. പഠിച്ചിറങ്ങിയ സമയത്ത് ഒരു ദിവസം അവിടെ ഒരു അലുമിനിക്ക് ഹോസ്റ്റ് ചെയ്തത് ഇവരാണ്, പാറും വേറൊരു കൊച്ചുകൊണ്ടാണ്. അപ്പോൾ അവിടെ വെച്ച് എന്തായിട്ടപ്പോൾ ഷോൺചേട്ടാ എൻ്റെ നമ്പർ മാറി കേട്ടോ എന്ന് പറഞ്ഞു. എൻ്റെ നമ്പർ മാറിയെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ ആ നമ്പർ മാറ്റി നമ്പർ മാറ്റി വീണ്ടും ഫീഡ് ചെയ്തു. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞപ്പം എനിക്കൊരു മെസ്സേജ് വന്നു, മൈ നമ്പർ ചേഞ്ച് എന്ന് പറഞ്ഞു. വീണ്ടും ഒരു നമ്പർ നമ്പർ വന്നു, മൈ നമ്പർ ചേഞ്ച് എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും അയച്ച പോലെ ആയിരിക്കും എനിക്കും വന്നു. അപ്പോൾ ഞാൻ വിളിച്ചു, ഇതെന്നെ ഈ തോന്നുന്നു നമ്പർ പറയാൻ എനിക്ക് ഫീഡ് ചെയ്യാൻ സമയമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചുമ്മാ ഒരു ജാട പറഞ്ഞു വർത്താനം. അപ്പോൾ അന്ന് മുതൽ വർത്താനം പറഞ്ഞു തുടങ്ങി. പിറ്റേ ദിവസം വിളിച്ചു. സാധാരണ അങ്ങനെ വിളിക്കുന്നുണ്ട്, ഒരു മാസമൊക്കെ കൂടുമ്പോൾ ഒരു കായ് പറയുന്നില്ല, അതിനപ്പുറത്തൊന്നും ഇല്ല. പിറ്റേ ദിവസം വിളിച്ചു. ഞാനപ്പോൾ ഇവിടെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് നിയമസഭ ഇലക്ഷൻ കഴിഞ്ഞ് MLA കോട്ടേഴ്സ് ഒരു പണിയില്ലാതെ ചുമ്മാ ഇരിക്കുക. അപ്പോൾ ഇത് വിളിയാക്കി, വിളിയോട് വിളി. അപ്പോൾ 1 മാസം കൊണ്ട് ഏകദേശം പിന്നെ അങ്ങ് സംഭവിച്ചു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ ട്രിവാൻഡ്രത്തൂടെ കറക്കം തുടങ്ങി. കാറിൽ അവിടെ ആംബ്രോസിൽ പോവും, മറ്റിടത്ത് പോവും, മറിച്ചത്ത് പോവും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്നാണെന്ന് ആലോചിച്ച് പിടിച്ചൊക്കെ വരുമ്പോൾ അത് ഉടക്കായി പോകുന്നു. പിന്നെ നാട്ടുകാരറിഞ്ഞ് അവരായിട്ട് നടത്തട്ടെ എന്ന്. അപ്പോൾ ഏകദേശം പത്രക്കാരെല്ലാം അറിഞ്ഞു. പിന്നെ പത്രത്തിൽ വലിയ ഗോസിപ്പുകളായി. അങ്ങനെയൊക്കെ പല ഗോസിപ്പുകളായി. അപ്പോൾ ഒരു ദിവസം പപ്പയുടെ സഭയിൽ വെച്ച് എല്ലാവരും കൂടെ ചോദിച്ചു. അതിൻ്റെ ഇടയ്ക്ക് പാറുവിൻ്റെ അമ്മ വീട് കാഞ്ഞിരപ്പള്ളിയാണ്. എന്നിട്ട് കാഞ്ഞിരപ്പള്ളിയിൽ പപ്പ വന്നു. പാറിൻ്റെ പപ്പ വന്നപ്പം ഞാൻ വീട്ടിൽ ചെന്നു. ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ കല്യാണം കഴിച്ചാൽ താല്പര്യമുണ്ടെന്നും ആലോചിക്കട്ടെ പറഞ്ഞാൽ ഞാൻ വളരെ മാന്യമായിട്ട് പറഞ്ഞു. ഞാൻ റിയാക്ട് ചെയ്തില്ല. അല്ലല്ല അങ്ങനെ ഇവള് സൂചിപ്പിച്ചു. ഞാൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നല്ലോ, ചെന്ന് കെട്ടിച്ചേരാന്നല്ലോ. വീട്ടിലിരുന്നപ്പോ അമ്മയല്ലേ, അമ്മയായിരുന്നു നിനക്ക് അതല്ല ക്രിസ്ത്യാനിയെ കിട്ടിയുള്ളൂ. അവരുടെ മെന്റാലിറ്റി അതാണല്ലോ. ഒരു ദിവസം ഞാൻ പെട്ടെന്ന് ഇവരുടെ വീട്ടിൽ കയറി ചെന്നു. പേയാട് എന്നോട് ഞാനിവിടെ എങ്ങാണ്ട് നിൽക്കുകയായിരുന്നു. എവിടെയാന്ന് ചോദിച്ചു. ഞാൻ വീട്ടിലാണ്. ഞാനങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പം അന്നാണ് അമ്മയ്ക്ക് മനസ്സിലായത് സംഗതി എന്തോ പെശ കൊണ്ട് സംഭവം. അന്ന് വന്നപ്പോ മനസ്സിലായി അമ്മയ്ക്ക്. അങ്ങനെ എന്തോ അത്ര വലിയ ഒരു ഫ്രഞ്ച് അങ്ങനെ അല്ലല്ലോ, ഇത് വേറെന്തോ ഏറ്റവും വലിയ ആളുടെ കൂടെ അല്ലേ ജീവിക്കുന്നത്. കള്ളത്തരം കണ്ട പെട്ടെന്ന് കണ്ടുപിടിക്കാം. പ്രത്യേക അന്നേരം പപ്പ സമ്മതിച്ചെന്ന് വെച്ചാൽ അങ്ങനെയല്ല. പപ്പായ്ക്ക് പിന്നെ എനിക്ക് എന്താണോ പപ്പായ്ക്ക് പിന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആഗ്രഹമല്ല, ഇങ്ങനെ അങ്ങനെ ഒന്നും അങ്ങനെ ഫോഴ്സ് അങ്ങനെ സ്വഭാവം ഇല്ല. ഇഷ്ടം എന്താണോ അത് ചെയ്യാം. പിന്നെ പറഞ്ഞ ഇന്ന മതം അങ്ങനെയൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. പിന്നെ വന്ന് കണ്ടു, ഒന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുള്ളൂ. ആദ്യമേ അങ്ങ് ഉറപ്പൊന്നും കൊടുത്തില്ല. പിന്നെ വീട്ടിൽ ചെന്ന് കണ്ടപ്പം പപ്പ എന്ന് പറഞ്ഞാൽ ഞാൻ വേറൊന്നും നോക്കിയില്ല. ഞാൻ നല്ലൊരു അച്ഛൻ, നല്ലൊരു അമ്മ, പിന്നെ അവനൊരു നല്ലൊരു മരുമകൻ, പിന്നെ കുഴപ്പമില്ല, നമ്മുടെ കൊച്ചു സന്തോഷമായിരിക്കും എന്നുള്ള ഒരു കോൺഫിഡന്റ്, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ കൺവേർട്ട് ചെയ്യണം എന്നുള്ളത് പപ്പ തന്നെ നിർബന്ധിച്ച ഒരു രീതിയായിരുന്നു. അത് വേണം, കാരണം നമ്മൾ എന്തായാലും കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരില്ല. നമ്മളൊരു കുടുംബത്തിലേക്കാണ് പോകുന്നത്. ഇപ്പം ഞാനൊരു ആണെന്നുള്ള രീതിയിൽ നമ്മൾ കല്യാണം കഴിച്ചാണെങ്കിൽ നമുക്ക് നമ്മൾ ഇങ്ങോട്ട് ഫോളോ ചെയ്യും. പക്ഷെ നമ്മളൊരു കുടുംബത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ അവരുടെ എല്ലാവരുടെയും പിന്നെ എത്രയായാലും ഇഷ്ടം നോക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയുടെ സർക്കിളാണ് പ്രശ്നം. പിന്നെ 2 വീട്ടുകാരെ ധിക്കരിച്ച് മതമില്ല ജാതിയില്ല എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്നു. 2 വീട്ടുകാരുമായിട്ട് ബന്ധമില്ലാതെ ജീവിക്കുന്നു. അവരുടെ അടുത്ത തലമുറയ്ക്കൊക്കെ അവരുടെ ഇപ്പോൾ ഞങ്ങൾ വന്നപ്പം എൻ്റെ കൊച്ച് അമ്മയുടെ കൂടെ നിൽക്കുന്നത്.
കാരണവന്മാരിൽ നിന്നും പിള്ളേർ പഠിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒത്തിരി കാര്യങ്ങൾ. ഇപ്പം ഞാനൊക്കെ എൻ്റെ തറവാട്ടിൽ ജീവിച്ച വലിയപ്പച്ചൻ്റെ കൂടെയാണ്. എന്നെക്കാൾ 2 വയസ്സ് മൂത്ത ഒരാൾ കയറി വന്നാൽ എഴുന്നേറ്റ് നിൽക്കാൻ നമ്മൾ പഠിക്കും. പിന്നെ തീർച്ചയായും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാരണവന്മാരിൽ നിന്ന് പഠിക്കാൻ. അപ്പോൾ ഞങ്ങളൊക്കെ ഞങ്ങളുടെ മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അങ്ങനെയാണ്. കുഞ്ഞിലെ മുതൽ ഒരാൾ കയറി വന്നാൽ എഴുന്നേക്കണം, അവരോടുള്ള പെരുമാറ്റം, അപ്പം ആരെങ്കിലും ഏത് തരത്തിൽ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, പ്രാർത്ഥന കാര്യങ്ങൾ എല്ലാം നമ്മുടെ മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ചാൽ അത് കാരണവന്മാരാണ്. അവരുടെ കൂടെ നിന്ന് പഠിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. പിള്ളേരുടെ ഡിസിപ്ലിൻ എല്ലാം നമുക്ക് ഇപ്പോൾ എനിക്കോ ഉള്ള കൂടെ തന്നെയാണ് കൊച്ചു വളർന്നെങ്കിൽ എനിക്ക് അവനെ പഠിപ്പിക്കാനുള്ള സമയമില്ല. അവരൊത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പോകും. അതൊക്കെ ആവശ്യമാണ്. കാരണവന്മാരോടുള്ള അറ്റാച്ച്മെന്റ് ഇല്ലെങ്കിൽ അവരാരും സ്നേഹിക്കില്ല. ഞാനായാലും ഇപ്പൊ ഒരു ജോയിന്റ് ഫാമിലിയിലാണ് വളർന്നത്. ഇപ്പൊ ഷോണായാലും അതേമാതിരി തന്നെ ഒരു ജോയിന്റ് ഫാമിലി ആറ്റിറ്റ്യൂഡ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ എനിക്ക് എന്റെ അമ്മ നഷ്ടപ്പെട്ടപ്പോ പോലും ആ ഒരു ഒറ്റപ്പെടൽ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എപ്പോഴും ഞാൻ പറയുന്ന അപ്പനും അമ്മയും അപ്പൂപ്പനും അമ്മയും ഒക്കെ വേണം കുഞ്ഞുങ്ങളുടെ ഇടയിൽ. നമ്മുടെ ജനറേഷനിലേക്ക് ആ സംസ്കാരം മാറ്റി കൊടുക്കുക തന്നെ വേണം അല്ലേ. അല്ലാതെ ഇന്ന ദൈവത്തെ വിളിക്കുക അങ്ങനെയൊന്നുമില്ല. ഒരു ഭക്തി എപ്പോഴും അങ്ങനെയാണെങ്കിലും വേണം. നമുക്കൊരു വിശ്വാസം ഉണ്ടെങ്കിലല്ലേ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഷോൺ എന്തായാലും ഇനി രാഷ്ട്രീയത്തിലേക്ക് തന്നെയല്ലേ? തീർച്ചയായും ഞാൻ രാഷ്ട്രീയത്തിലേക്ക് തന്നെ. ഞാൻ 10-15 വർഷം വയസ്സ് ഷോണിന് മനസ്സിലുള്ള റോൾ മോഡൽ ആരാണ്? അപ്പനാണ്. എൻ്റെ അനുഭവത്തിലും എന്നോട് ആൾക്കാർ പങ്കുവെക്കുന്നതനുസരിച്ച് ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾക്കെതിരെയും ഇവിടെ സാധാരണക്കാരന് പ്രതികരിക്കാൻ അവസരമില്ല. അവർ സംഘടിതമല്ല, പക്ഷെ അവർക്കൊക്കെ വേണ്ടി എന്തോ ഇദ്ദേഹം സംസാരിക്കുന്നു എന്നുള്ളൊരു ഫീൽ ആൾക്കാർക്കുണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിച്ച എന്തോ, ചിലപ്പം ചീത്ത വിളിക്കാതിരിക്കാം, എന്ത് തന്നെ ആയിരിക്കും, ഞാൻ പറയാൻ ആഗ്രഹിച്ച എന്തോ PC ജോർജ് പറയുന്നു എന്നൊരു ചിന്ത ജനങ്ങൾക്കുണ്ട്. അത് തീർച്ചയായിട്ടും ഉണ്ട്. ഞാനിപ്പോൾ സജീവ രാഷ്ട്രീയത്തിൽ ഞാൻ 15 വർഷമായി, ഏറ്റവും കുറഞ്ഞത്. അതിന് മുമ്പും ചെറിയതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ടും സജീവ രാഷ്ട്രീയമായിട്ട് 15 വർഷമായി. 15 വർഷത്തിനിടയിൽ ഇന്ന് വരെയും നീ ഇന്ന് ചെയ്യണം എന്ന് പപ്പനോട് പറഞ്ഞിട്ടില്ല. സ്ട്രഗിൾ ചെയ്ത് എന്തിലാണെങ്കിലും സ്വന്തമായി സ്ട്രഗിൾ ചെയ്താവുന്നതായാൽ മതി. അത് ഞാനായിട്ട് നിനക്കൊന്നും ചെയ്തു തരില്ല. അങ്ങനെ മകനെ അങ്ങനെ തന്നെയായിട്ട് നീ എന്തെങ്കിലും ആവാൻ പറ്റുമെങ്കിൽ നീ ചെയ്തോ നിന്റെ രീതി. സ്ട്രഗ്ലിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കിപ്പം ശരിക്കും തോന്നിയ ഞങ്ങളുടെ അമ്പിളിച്ചേട്ടന് എന്തായി? അച്ഛന്റെ ആരോഗ്യമൊക്കെ മിടുക്കനായി വരുന്നു എന്ന് ചോദിച്ചാൽ മിടുക്കനായി നല്ലപോലെ ആയിരിക്കുന്നേ. പക്ഷെ വർത്തമാനം പപ്പയ്ക്ക് അങ്ങോട്ട് അത്രയും ആയില്ല. പക്ഷെ എന്നാ പാട്ട് പാടാന്ന് പറഞ്ഞാൽ നല്ലപോലെ പാടുകയും ചെയ്യും. തീരെ പറയുകയാണോ എന്ന് അതുമില്ല. ആക്ച്വലി ഈസ് നോർമൽ. എല്ലാ കാര്യങ്ങളും നല്ല ഓർമ്മയുണ്ട്, കാര്യങ്ങൾ നല്ല നമ്മൾ. പക്ഷേ പപ്പയ്ക്ക് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ഇതൊഴിച്ചാൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ കുഞ്ഞു പിള്ളേർക്കൊക്കെ വർത്താനം വരുന്ന കൂട്ട് അങ്ങനെ ആയിരിക്കും. അങ്ങനെയാ ഇപ്പം നമ്മളതുപോലെ. അമ്മ ഫുൾ ടൈം എത്രയായാലും എനിക്കറിയാം ചേച്ചി അമ്പിളിച്ചേട്ടന്റെ കൂടെയാ ഫുൾ കെയർ ചെയ്ത്. അത് ഫുൾ ടൈം അമ്മയായിട്ട് ഞങ്ങൾക്കൊന്നും അതിലൊരു പങ്ക്. ഇവിടെ കൊണ്ട് ഇരുത്തിയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് മിണ്ടുകല എന്നുള്ളൊഴിച്ചാൽ വേറൊരു കുഴപ്പമുള്ളതായിട്ടൊന്നും തോന്നില്ല. കണ്ണിലും ഫുൾ ഉണ്ട്. അത് സറൗണ്ടിങ്സ് പപ്പയ്ക്ക് മനസ്സിലാവും. അത് പറയാൻ ഒക്കുകയല്ല. ആ ഒരു മാത്രമേ ഉള്ളൂ. ഡോക്ടർ വേണ്ട വേണം അതൊക്കെ പറയും. അപ്പൊ ആഹാരമൊക്കെ കഴിച്ചോളൂ. കൽപ്പന ചേച്ചിയുടെ ഇത് ഭയങ്കരമായിട്ട് പപ്പയ്ക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 2 ദിവസമായിട്ട് ഇച്ചിരി ഒരു ഡള്ളാണ്. രാവിലെ വിളിച്ചു പറഞ്ഞ അമ്മ വിളിച്ചു പറഞ്ഞപ്പോ അമ്മ പെട്ടെന്ന് TV പറഞ്ഞില്ല, അമ്മ തുറന്നു പറഞ്ഞില്ല. ടിവിയുടെ മുമ്പിൽ കണ്ണ് നിർത്തി. അപ്പൊ അപ്പോഴേ കണ്ണടച്ചു, ഇങ്ങനെ കാണിച്ചു. TV ഓഫ് ചെയ്യാൻ പറഞ്ഞു, കൈ കൊണ്ട് ഓഫ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് എന്നെ കൊണ്ട് കിടത്താൻ പറഞ്ഞു. പോയി കിടന്നു. അത്രേ ഉള്ളൂ. ഭയങ്കര 80 സിനിമ ഇവർ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഒരു കെമിസ്ട്രി ലൈഫിൽ വരികയില്ല. ആരുമില്ല. ഒരു കാര്യം ചോദിച്ചു, രാഷ്ട്രീയം ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴത്തെ യൂത്തിന്റെ ഒരു ലീഡർഷിപ്പായിട്ട് നിൽക്കുന്നുണ്ട് ഷോൺ. ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർക്ക് ഈ രാഷ്ട്രീയത്തോട് താല്പര്യമുണ്ട്. പക്ഷേ എന്നാൽ ആ ജനങ്ങളിലേക്ക് ആ രാഷ്ട്രീയം നല്ല കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഷോണിന്റെ ഭാഗത്ത് നിന്ന് എത്തിക്കാൻ പറ്റുമോ? കാരണം ഇത്രയും കാലം ജനങ്ങൾക്ക് ആ ഒരു വിശ്വാസം ഇച്ചിരി കുറവായിരുന്നു ആസ് എ യൂത്ത്. ചേച്ചി ഇപ്പോൾ ചേച്ചി പറഞ്ഞു തന്നെ അതിൻ്റെ ചോദ്യം ഉത്തരവും അതിനകത്ത് തന്നെ ഉണ്ട്. കാരണം രാഷ്ട്രീയം എന്താ? രാഷ്ട്രീയം രാഷ്ട്രത്തെ സേവിക്കുക. അത് രണ്ടും രണ്ടാണ്. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്ന കുറച്ച് യുവ നേതാക്കൾ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ ചേച്ചി പറഞ്ഞപ്പോൾ പുതിയ തലമുറയിൽപ്പെട്ട നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് രാഷ്ട്രീയം എന്ന് പറയുന്നതിൽ പൊതുപ്രവർത്തകനാര് നല്ലൊരു പൊതുപ്രവർത്തകൻ ക്രമേണ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാകുകയും അവൻ പിന്നെ നേതാവായി മാറുകയൊക്കെ ചെയ്യുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഒരു സുപ്രഭാതത്തിൽ രാവിലെ ഇടത് കയ്യിലൊരു മൊബൈൽ ഫോണിൽ വെള്ള ഷർട്ടും മുണ്ടും പോക്കറ്റിൽ ഒരു 500 രൂപയുടെ നോട്ടും എടുത്ത് വെച്ച് ഇറങ്ങുകയാണ്. ഇടയ്ക്ക് പുറത്തോട്ട് റോഡിലോട്ട് നിന്നിട്ട് പറയുകയാണ് ഞാൻ നേതാവാണ്. അതാണ് ഇപ്പോഴത്തെ പുതിയ തലമുറ. പിന്നെ ഇതിനകത്ത് വലിയൊരു അപകടമുണ്ട്. ന്യൂ ജനറേഷൻ എന്ന് പറയുന്നൊരു സാധനം ഇവർ ഈ ഫേസ്ബുക്കിൽ മാത്രമേ ഉള്ളൂ.
സോഷ്യൽ നെറ്റ്വർക്കിങ്ങിൽ മാത്രമാണ് ഈ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യാനുള്ളൂ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം പുതിയ തലമുറ സജീവമായി രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരണം. ഈ രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ പുതിയ തലമുറയ്ക്ക് പങ്കില്ല. അതാണ് പഴയ തലമുറ ഈ പിഴച്ചു പോകാൻ കാരണം. ഇവിടെ ചോദിക്കാനും പറയാൻ ആളില്ല. ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഏത് കാര്യത്തിനും യൂത്തല്ല, രാഷ്ട്രീയ പാർട്ടികളാണ് ചോദ്യം ചെയ്യുന്നത്. ഈ പുതിയ തലമുറ രംഗത്തില്ല. അവർ കടന്നു വരണം. ഈ പൊതുപ്രവർത്തനം എന്ന് പറയുന്ന ഒരു മോശമായ കാര്യമല്ല, അതൊരു നല്ല കാര്യമാണ്. ലോകത്ത് ഏറ്റവും നല്ല കാര്യമാണ്. ഒരാൾക്ക് ഡോക്ടറാകാം, എഞ്ചിനീയർ ആകാം, പഠിത്താൻ കഴിവുണ്ട്. പക്ഷെ ഒരു നല്ല പൊതുപ്രവർത്തനമാകാൻ അത് ചുമ്മാ പറ്റില്ല. അത് ഒരു തപസ്സാണ്. ഒരു നല്ല പൊതുപ്രവർത്തനം എന്ന് പറയുന്ന തപസ്സാണ്. രാത്രി 1 മണിക്ക് ഫോൺ എടുക്കാൻ സിനിമാ താരങ്ങൾക്ക് പറ്റുമോ? അവർ കിടന്നുറങ്ങും ജോലി ചെയ്തിട്ട്. രാവിലെ 4 മണിക്ക് ഫോൺ എടുത്ത് ആ ഫോൺ വരുന്നതിൻ്റെ പുറകെ എടുത്ത് ആശുപത്രിയിലോട്ട് ഓടാൻ പറ്റുമോ? അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു മനസ്സുണ്ടാകണം. നല്ലൊരു തപസ്സിന് തുല്യമായ മനസ്സുണ്ടാകണം. അതേ നല്ല പൊതുപ്രവർത്തനം ഉണ്ടാകും. പക്ഷേ ആ ഒരു മനസ്സ് പുതിയ തലമുറയ്ക്കില്ല. അതുകൂടാതെ നമുക്ക് വൈകുന്നേരം വീട്ടിൽ വന്ന് കയറുമ്പോൾ 100 പേരുമായിട്ട് നമ്മൾ ഇടപെടുന്നുണ്ട്, 100 പേരുടെ കാര്യങ്ങളിൽ നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. വൈകുന്നേരം വീട്ടിൽ വന്ന് കിടന്നുറങ്ങുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനുണ്ട്. നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആർക്കൊക്കെ വേണ്ടി നമ്മൾ എന്തോ ചെയ്തു എന്നൊരു സാറ്റിസ്ഫാക്ഷൻ. ആ സാറ്റിസ്ഫാക്ഷനെ സന്തോഷമായി കാണുക. അതാണ് നമ്മുടെ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു മനസ്സുഖം. അതായിരിക്കണം രാഷ്ട്രീയത്തിൻ്റെ പ്രതിഫലം കാശാകരുത്. കാശ് ആഗ്രഹിക്കാതെ ആ മെൻ്റൽ സാറ്റിസ്ഫാക്ഷനെ പ്രതിഫലമായി കണ്ടാൽ നല്ല പൊതുപ്രവർത്തനമായി മാറും. ഒരു സംശയം വേണ്ട. അതാണ് എൻ്റെ ആറ്റിറ്റ്യൂഡ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ നമുക്ക് സാധിക്കണമെന്നുള്ളൊരു കാഴ്ചപ്പാട് കൂടി തന്നെയാണ് ഞാൻ രാഷ്ട്രീയമായിട്ടാണ്. എന്തായാലും ഷോണ സാധിക്കട്ടെ. പാറു, ഈ കുക്കറി അല്ലാതെ പാചകത്തിന്റെ വിദഗ്ധയല്ലാതെ നമുക്ക് വേറെ എന്നൊക്കെ അറിയാം? ഹോബീസ്, അതായത് പെയിന്റിങ്ങോ പാട്ടോ? അപ്പൊ നീ ഉറപ്പല്ലേ ആനീസ് കിച്ചണിൽ ഒരു പാട്ട് പാടിയേ പറ്റൂ? സത്യം. അതല്ല, കല്യാണം കഴിക്കുന്ന അയ്യോ ഇന്നലെ തൊണ്ടയ്ക്ക് ഒരു ചെറിയ പ്രശ്നം, ഞാൻ എന്ത് പാടിയാലും കഴുതലാകെ സഹിച്ചോണം. ഞാൻ ഇച്ചിരി മടിച്ചായിരുന്നു ചേച്ചി. ഞാൻ ഡാൻസും പാട്ടും ഒക്കെ പഠിച്ചിരുന്നു. കല്യാണത്തിന് മുന്നേ വരെ വളരെ സജീവമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ലൈഫിലോട്ടൊക്കെ ആയപ്പോഴത്തേനും കോൺസെൻട്രേഷൻ ഒക്കെ മാറി. ഒരു കണക്കിന് ഞാൻ പറയുന്നത് ഇച്ചിരി നേരം കിട്ടാനൊക്കെ ഇച്ചിരി പാട് തന്നെയല്ല. വേറെ ലൈഫൊക്കെ ഈ ടൈപ്പ് സാധനങ്ങളാണോ ഷാജികളൊക്കെ കൊടുക്കുന്നത്? പരീക്ഷണമൊക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാനും പറയുന്നില്ല. ഷാജിച്ചേട്ടനെ കണ്ട ഉണ്ണി കണ്ടാലറിയാം ഊരിലെ. എനിക്ക് ഇപ്പോഴാ ഒരു വിഷമം മാറിയത്. ഈ അടുത്ത ഒരു 3-4 വർഷം മുമ്പൊക്കെ അനിയൻ്റെ കണ്ടപ്പോൾ എനിക്ക് ആ ഒരു വിഷമം മാറിയത്. ഈ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഞങ്ങൾ അഞ്ചേച്ചി അടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഭയങ്കര വിഷമമായിരിക്കും. ഈ തടിയൻ്റെ കൂടെ ഞങ്ങൾ അഞ്ചേച്ചി പോയല്ലോ. പക്ഷെ ഇപ്പോൾ എനിക്ക് ആ സങ്കടം മാറി. ഇപ്പോൾ ഷാജികളെ കാണുമ്പോൾ ആ സങ്കടം. അത് ഞാൻ പറഞ്ഞല്ലോ, 4 കൊല്ലം മുമ്പ് കണ്ടപ്പോഴാണ് എനിക്ക് സമാധാനമായെന്ന്. 4 കൊല്ലം മുമ്പ് ഞാൻ കണ്ടതാ. ഞാനൊന്നും പറയുന്നില്ല. ഇപ്പൊ 3 പിള്ളേരും വലുതായി, കുറച്ചൊക്കെ അല്ലേ, ഇനി വേണമെങ്കിൽ ഒരു പാട്ട് പാടും. ആണോ? പിന്നെ അറ്റ്ലീസ്റ്റ് നീ വാവയ്ക്ക് വേണ്ടിയെങ്കിലും പാടും. പാടാല്ലേ? പിന്നെ ചാഞ്ചാടിയാടി ഉറങ്ങൂ നീ, ചരിഞ്ഞാടിയാടി ഉറങ്ങൂ നീ, ആകാശത്തു ഞാലാടു നീ, കാണാക്കിനാ കണ്ടുറങ്ങൂ നീ, അമ്പോറ്റിയെ നീ കണ്ടോണ്ടുറങ്ങുമ്പം കൽക്കണ്ട കുന്നൊന്നു കാണായി വരും, കൽക്കണ്ട കുന്നിൻ്റെ ഉച്ചില ചെല്ലുമ്പം അമ്പിളിത്തമ്പ്രാൻ്റെ കോലം കാണാം, ആ കോലത്തെത്തുമ്പോൾ അവിടെ നിന്തൊരു രസമെന്നോ, അരികെ പാൽക്കാവടിയുണ്ട്, അവിടെ പായസപ്പുഴയുണ്ട്, അരികെ കാത്തു കാത്തൊരമ്മയിരിപ്പുണ്ട്, ചാഞ്ചാടിയാടി ഉറങ്ങൂ നീ, ചരിഞ്ഞാടിയാടി ഉറങ്ങൂ നീ, ആകാശത്തു ഞാലാടു നീ, കാണാക്കിനാ കണ്ടുറങ്ങൂ
ഉറങ്ങൂ നീ. അസലായിട്ട് പാടി. ഈ പാട്ട് പാടിയാണ് നിങ്ങൾ എന്നെ വീഴ്ചത്. ഇപ്പോഴാണ് ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഈ പാട്ട് ഒരു ദിവസം പാടി തിരികെ അച്ഛനൊരു പാട്ട് പാടി, അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെ. അച്ഛൻ്റെ ഫേവറേറ്റ് പാടായിരുന്നു. പണ്ടൊക്കെ പാടാൻ പറയുകയാണെങ്കിൽ ഭയങ്കര പാട്ടാണ് ഇരുന്നു. ആ സമയത്തൊക്കെ അങ്ങ് ഭയങ്കര ഫോണിൽ കൂടെ സംസാരിക്കും. പിന്നെ കുറച്ചാൾ ഈ സംസാരിച്ച് ഞാൻ മാത്രം സംസാരിക്കും. കൂർക്കമ്പലി മാത്രം കേൾക്കാം ഫോണിൽ കൂടെ. പറഞ്ഞോണ്ടിരുന്നേ. എന്തായാലും ഷോണും പാർവതിയും നമ്മുടെ ഷോയിലേക്ക് വന്നെങ്കിലും എൻ്റെ അടുക്കളയിലേക്ക് വന്ന എൻ്റെ കൊച്ചനീതിയായിട്ടാണ് എനിക്ക് ശരിക്കും പാറു ഞാൻ സംസാരിക്കുന്നത്. കാര്യം ഇന്നും ഇന്നലെ ഞാൻ തുടങ്ങിയതല്ല. ഞാൻ എൻ്റെ ഫിലിം തുടങ്ങി അന്ന് തൊട്ട് അമ്പിളിച്ചേട്ടന് അത്ര ഒരു സപ്പോർട്ടോടു കൂടി പാറുവിനെയും രാജുവിനെയും ഞാൻ കാണാൻ തുടങ്ങിയത്. ഇതൊരു എന്താ പറയുന്ന ഒരു ആനിച്ചേച്ചിയുടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച പോലെയാണ്. ഇതാണ് എൻ്റെ അടുക്കള എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് ആനിച്ചേച്ചിയുടെ പ്രോഗ്രാം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എന്നാലും ആനിച്ചേച്ചിയുടെ പ്രോഗ്രാം കാണുന്നതിൻ്റെ മേലെ മനസ്സിലാവുന്നത് ഏത് മരം വണ്ടികൾക്കും പാചകം പഠിക്കാം. അങ്ങനെയല്ല. പിന്നെ ഞാനും എന്റെ മനസ്സിനകത്ത് അവളെ ഒറ്റയടിക്ക് ഇങ്ങനെ വിശദീകരിക്കുന്ന ചേച്ചി ഞാൻ പറയട്ടെ, നമ്മൾ ഈ പാചകം ചെയ്യുന്നത് നമ്മൾ ഈ ഷോ ഒക്കെ കുക്കറി ഷോ 2 grams 2 teaspoon 1 tablespoon 3/4 എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവാറില്ല. അത് ഒരു ഇച്ചിരി ടീസ്പൂൺ അല്ലെങ്കിൽ ടേബിൾ സ്പൂൺ ടീസ്പൂൺ എന്റെ കണക്കാ. ശരിയാ, അത് ഇച്ചിരി അങ്ങോട്ട് കോട്ടയം ഭാഷ സംസാരിക്കുന്നതിന്റെ ഗുണം ഒരു ലാംഗ്വേജ് എല്ലാവർക്കും മനസ്സിലാവും. നമ്മളിങ്ങനെ അച്ചടി പോലെ സംസാരിച്ചിട്ട് ഓക്കെ അല്ല. അതോ പ്രത്യേകിച്ച് എനിക്ക് ഓക്കെ ഇല്ല അച്ചടി ഭാഷ ഇങ്ങനെ അതൊന്നും പറയാനൊന്നും ഓക്കെ ഇല്ല. എന്റെ നമുക്ക് വർത്താനം പറയുന്നത് എനിക്ക് ഈ ഭാഷ പുള്ളിക്കാരന് ഇഷ്ടമാണോ? അത് കണ്ടിട്ടാണ് നല്ലപോലെ എടുത്തൊന്ന് കഴിക്കാവോ? വർത്താനം കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. എന്തായാലും എൻ്റെ അടുക്കളയിലേക്ക് വന്ന എൻ്റെ കുഞ്ഞനീത്തിക്കും പിന്നെ ഷോൺ ഒത്തിരി എന്താ പറയാ ഓപ്പൺ ആയിട്ടാണ് സംസാരിച്ചത്. ഞാൻ വിചാരിച്ചു ഷോൺ ഭയങ്കര റിസർവ്ഡ് ആയിട്ടൊക്കെ ആയിരിക്കും വർത്താനം. ഇപ്പൊ വർത്താനത്തിലെല്ലാം എനിക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി, എന്റെ പ്രേക്ഷകർക്കും മനസ്സിലായി. എന്റെ കുഞ്ഞ് അങ്ങോട്ട് എന്റെ ഒരു അനീത്തി കുറിച്ച് അങ്ങോട്ട് വന്നതിന് ഇച്ചിരി ഗുണമൊക്കെ എനിക്ക് കാണുന്നുണ്ട്. ഞാൻ പിന്നെ എത്ര ആയാലും ഭാര്യയല്ലേ ഇച്ചിരി ക്രെഡിറ്റ് ഒക്കെ മേടിച്ചോട്ടെ. അതിനിപ്പോ ദണ്ണമൊന്നും ഇല്ലല്ലോ അല്ലേ? അതാ. എന്തായാലും ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് ഇവിടെ വന്ന് എന്നോട് ഇത്രയും വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് സന്തോഷം. ചേച്ചി ആയിരുന്നോണ്ട് ഞങ്ങൾക്ക് ഇതിനകത്തൊരു ഒരു വലിയൊരു ഫോർമലായിട്ട് നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യില്ല. അത് ആ ഒരു പ്രതീക്ഷ. നല്ല അസൽ ഓംലെറ്റ് കറി, നല്ല തേങ്ങാപ്പാൽ ഒഴിച്ച ഓംലെറ്റ് കറിയും ചപ്പാത്തിയും. ഇത് ഞാൻ കഴിച്ചില്ല, പക്ഷെ ഇത് നല്ല അസൽ കറിയാ. ഇത് കണ്ട് പഠിച്ചോണം പെമ്പിള്ളാരൊക്കെ, അത്രേ ഉള്ളൂ പറയുന്നത്. ഓക്കെ, ഇനിയിപ്പം വിശേഷങ്ങളൊക്കെ അറിഞ്ഞില്ല. അമ്പിളിച്ചേട്ടൻ എത്രയും വേഗം ആരോഗ്യവാനായിട്ട് തിരിച്ച് നമ്മുടെ ഇടയിലേക്ക് തന്നെ വരട്ടെ. അതല്ലാതെ നമുക്ക് എന്നാ പറയാനല്ലേ, അമ്പിളിച്ചേട്ടനെ പഴയ അമ്പിളിച്ചേട്ടനായിട്ട് നമുക്ക് വീണ്ടും കാണണം. ആ പ്രാർത്ഥനയോടുകൂടി തന്നെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണണം. ടിൽ ദെൻ, ഗുഡ് ബൈ.